കേരള സർവകലാശാലയിലെ പ്രതിസന്ധി തീർക്കാൻ നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടു. സർവകലാശാല സ്തംഭനം സർക്കാരിന് ക്ഷീണമായെന്ന CPM വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സമവായ നീക്കം. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കണ്ടേക്കും. 20 ദിവസത്തിനു ശേഷമാണ് VC സർവകലാശാലയിൽ എത്തിയത്. പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയെ കാണാൻ എത്തിയത്. അനുരഞ്ജനത്തിന്റെ ഭാഗമായി സർവകലാശാലയിൽ എത്തിയ VCയെ SFI തടഞ്ഞില്ല. VCയെ സർവകലാശാലയിൽ കയറ്റില്ലെന്നാണ് SFI നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC. ഇക്കാര്യം VC മന്ത്രിയെ ധരിപ്പിച്ചു. ഭരണത്തലവനായ ഗവർണറെ അപമാനിച്ചതുകൊണ്ടാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് എന്നാണ് VC പറഞ്ഞത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി ആർ ബിന്ദുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സർവകലാശാലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി VCയോട് ആവശ്യപ്പെട്ടു. കൂടിയാലോചിച്ച് തീരുമാനിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി എന്നാണ് സൂചന. സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണമെന്നാണ് VCയുടെ നിലപാട്. സസ്പെൻഷൻ അംഗീകരിച്ചാൽ പ്രതിസന്ധിക്ക് അയവ് വരുമെന്നാണ് VC അറിയിച്ചത്. VCയുടെ നിലപാട് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിൽ ഓഫീസിൽ അനധികൃതമായി ഹാജരാകുന്നത് ഗവർണറോടുള്ള അനാദരവാണെന്ന് VC മന്ത്രിയെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ യോഗത്തിൽ VC ഓൺലൈനായി പങ്കെടുത്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VC തൃശൂരിലേക്ക് മടങ്ങി. ഇതേ തുടർന്ന് മന്ത്രി സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ചർച്ച നടത്തി. VC രജിസ്ട്രാർ പോര് അവസാനിപ്പിക്കാൻ നേരത്തെ മന്ത്രി ആർ ബിന്ദു നിലപാട് മയപ്പെടുത്തിയിരുന്നു. VC മോഹനൻ കുന്നുമലുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അദ്ദേഹം സർവകലാശാലയിലേക്ക് തിരികെ വന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കേരള സർവകലാശാലയിലേക്ക് VC തിരികെ എത്തിയത് താൻ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുന്നുണ്ട്. VCയുമായും സിൻഡിക്കേറ്റുമായും സംസാരിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഗവർണറുമായും സംസാരിക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടില്ല. ആദ്യം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. രജിസ്ട്രാർ ആരെന്ന് നിയമം നോക്കിയാൽ അറിയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? 20 ദിവസത്തിനു ശേഷം ഇന്നാണ് VC മോഹനൻ കുന്നുമ്മൽ ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രി താമസിക്കാതെ ഗവർണറെ കാണുമെന്നും കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയവും ചർച്ചയായേക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. എന്തായാലും ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അനധികൃതമായി ഹാജരാകുന്നത് ഗവർണറോടുള്ള അനാദരവാണെന്ന് VC മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഓൺലൈനായി VC യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്.